ഏവർക്കും നമസ്കാരം. ഞാനിപ്പോൾ എൻ്റെ സാധാരണ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയുടെ വ്ളോഗിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഞാനൊരു പുതിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ ലൈഫിനായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഫാമിലിയും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്ളോഗാണ്. അതൊരു വിഷു വ്ളോഗ് തന്നെ ആവുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്നിപ്പം വിഷുവിൻ്റെ തലേദിവസമാണ്. അപ്പം വിഷുവിൻ്റെ തലേദിവസം ഞാൻ എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കണേ എന്നുള്ളതൊന്ന് കാണിക്കാമെന്ന് കരുതി. ഞാനിപ്പോൾ ഇന്ത്യയിലാണ് കേട്ടോ. സാധാരണ ഞാൻ ഖത്തറിലാണെങ്കിൽ ഞാൻ തന്നെ എല്ലാം ചെയ്യാറ്. ഇന്ത്യയിൽ വന്നിട്ടും ഇത്തവണ ആ ജോബ് ഞാൻ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ രീതിയിലുള്ളൊരു വിഷുക്കണി ഒരുക്കൽ ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. ഇത് പാം ലീഫ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ്. ഇത് വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമവുമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ പാക്കിംഗ് ഒക്കെ കണ്ടു, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് താളിയോലയിൽ എഴുതിയിട്ടുള്ള വിഷ്ണു സഹസ്രനാമവും ലളിത സഹസ്രനാമമാണ്. വിഷ്ണു സഹസ്രനാമം, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. താങ്ക് യു പാം ലീഫ് ഇന്നോവേഷൻസ്. ഇറ്റ് ഇസ് വെരി നൈസ്. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. നമ്മുടെ വിഷുക്കണിക്ക് ഭയങ്കര ആപ്റ്റാണ്. അങ്ങനെ ഞങ്ങളുടെ വിഷുക്കണി ഒരുക്കം ഒരുവിധം പൂർത്തിയായി. ഐ എം വെരി ഹാപ്പി. ഇപ്രാവശ്യം നാട്ടിൽ ആയിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് നാട്ടിൽ നിന്നും നമ്മുടെ അടുത്തു നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ കിട്ടി. സോ അതൊരു വയ്ക്കാൻ പറ്റിയ വലിയ സന്തോഷം. ഇൻക്ലൂഡിങ് തെങ്ങും പൂക്കുല. വെരി ഹാപ്പി. നെല്ലൊക്കെ നെല്ലൊക്കെ നിറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കണി വെക്കുന്നതിനൊക്കെ ചില സങ്കല്പങ്ങളുണ്ടെന്ന് പണ്ട് തൊട്ട് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ഈ വെള്ളരി വെക്കുന്നത് പരമശിവനെ വിചാരിച്ചിട്ടാണ്. ഈ പംകിൻ വെക്കുന്നത് അത് ലക്ഷ്മി ദേവിയുടെ സങ്കല്പമാണ്. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് വെക്കുന്നത് ഇത് കൃഷ്ണൻ്റെ സങ്കല്പത്തിലാണ്. പിന്നെ മാംഗോസ് അത് ഗണപതിയുടെ സങ്കല്പത്തിലാണ്. പിന്നെ ഈ യെല്ലോ കളറിലുള്ള ബാക്കി എന്ത് ഫ്രൂട്ടും, ഇപ്പം ഓറഞ്ചൊക്കെ എല്ലാം അങ്ങനെയുള്ള വെക്കുന്ന എല്ലാം തന്നെയും അതൊരു പ്രോസ്പെരിറ്റിയുടെ ഒരു സൈനായിട്ടാണ്. ബിക്കോസ് ഈ ഒരു വിഷുവിന് യെല്ലോ അല്ലേ, നമ്മൾ ആ യെല്ലോ ഫ്ലവറിനെയും യെല്ലോ കൂടുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണണമെന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ സംതിങ് ന്യൂ. ഇപ്പോൾ ബിഗിനിങ് അല്ല, പുതിയൊരു ന്യൂ ഇയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൺറൈസിൻ്റെ അതിൻ്റെ ഒരു രീതിയിലാണ് അതൊരു മഞ്ഞ യെല്ലോ കളറിനൊരു ഭയങ്കര പ്രാധാന്യമുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഈ ദിവസത്തിൽ ഈ ഒരു പുഷ്പം നമ്മുടെ വിഷു കണിക്കൊന്ന, അതിനും യെല്ലോ കളറാണ്. സോ അതിൻ്റെ ഒരു ഇതായിട്ടാണ് കൂടുതലായിട്ട് യെല്ലോ ചേർന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കറിയണ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ബട്ട് എന്തായാലും ഇപ്രാവശ്യം നാട്ടിൽ ഡാഡിയോടും മമ്മിയോടും സിസ്റ്ററോടും സിസ്റ്ററിൻ്റെ മകന് പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരോടും ഒപ്പം വിഷു ആഘോഷിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഞാനിവിടെ പറയാൻ മറന്നുപോയി, ഇത് ചാണകം ആണ് കേട്ടോ. ചാണകം അത് ലക്ഷ്മി ദേവിയുടെ സങ്കല്പത്തിലാണ് വെക്കുന്നത് എന്നാണ് പറയുന്നത്. സോ അത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, പിന്നെ കോടി വെച്ചിട്ടുണ്ട്, പിന്നെ പൈസ വെച്ചിട്ടുണ്ട്, കുങ്കുമം, ചന്ദനം വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ രാത്രി വിളക്ക് കൊളുത്തി വെച്ചിട്ടാണ് ആദ്യം കാണുന്ന ആൾ പോകുന്നതും. സോ ഇതൊക്കെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിപ്പം രാത്രിയിൽ ഒരുക്കം കഴിഞ്ഞു. ഞങ്ങൾ ഇനിയിപ്പോൾ കിടക്കാൻ പോവുകയാണ്. ഇതൊന്ന് കൊളുത്തി വെച്ചിട്ട് ഞാൻ കിടക്കാൻ പോവും. പിന്നെ ഇനി നമുക്ക് രാവിലത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും കണിയൊക്കെ കണ്ടു. നല്ല ഐശ്വര്യമായിട്ട് ഡാഡിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ മേടിച്ചു. ഇതാണ് എൻ്റെ ഡാഡി, സി ശിവകുമാരൻ നായർ. ഡാഡി റിട്ടയർഡ് DYSP ആണ്. ഇപ്പം മുത്തൂരിൽ DGM ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ മമ്മി
ഗീത ശിവകുമാർ. മമ്മി അത്യാവശ്യം നന്നായിട്ട് പാടും, അത്യാവശ്യമല്ല നന്നായിട്ട് പാടും. ഇവിടെ കുറേ ഓർഗനൈസേഷൻസിലും പിന്നെ അസോസിയേഷൻസിലൊക്കെ പാർട്ടാണ് മമ്മി. ഇതാണ് എൻ്റെ മോൻ ലക്ഷ്മി കൃഷ്ണ. ഇതാണ് എൻ്റെ മോള് നൈനിക പിള്ളை. ഇതൊരു ഫാമിലി വ്ലോഗ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അപ്പം അതുകൊണ്ട് മക്കളെ കാണിക്കാൻ പറ്റിയത്. എൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടില്ല. എൻ്റെ സിസ്റ്ററുണ്ട് കമ്പസൈഡ്. ഇതാണ് എൻ്റെ സിസ്റ്റർ കാവേരി ജി ശിവകുമാർ. കാവേരി ചിലങ്ക സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് 3 ഡാൻസ് സ്കൂള് ട്രിവാൻഡ്രത്ത് നടത്തുന്നുണ്ട്. അതിൻ്റെ ഡയറക്ടറാണ്. പിന്നെ ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ഇനി ചേച്ചിയുടെ മോനുണ്ട് കാശിനാഥ്. ഇനി എൻ്റെ കസിൻസ് ഉണ്ട് ഇവിടെ. മഹേഷ് കുമാർ, ഇത് ഇളയാളാണ്. ഇത് കണ്ണൻ. സോ ദിസ് ഇസ് മൈ ഫാമിലി. അപ്പോൾ ഞങ്ങളുടെ വിഷു എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണല്ലോ, നമ്മൾ കണി കാണുക, കൈനീട്ടം കിട്ടുക, സദ്യ കഴിക്കുക, പിന്നെ ക്ഷേത്രങ്ങളിൽ പോവുക, ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫൈനലി വിഷുവിൻ്റെ ഞങ്ങൾ സദ്യയിലേക്ക് എത്തി, വിച്ച് ഇസ് അവർ ഫേവറേറ്റ് പാർട്ട്. സോ ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ 2025 വിഷു ഏകദേശം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്, റൈറ്റ്? സോ ഇങ്ങനൊരു വ്ളോഗ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും ഡിഫറെൻറ്റ് വ്ളോഗൊക്കെ ചെയ്യണം, അങ്ങനെ എല്ലാവരും അതൊക്കെ ചോദിക്കും. പക്ഷേ ആദ്യം ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ അതൊരു എന്തെങ്കിലും ഒരു ട്രഡീഷണൽ ഒരു സാധനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പം വിഷു ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റി, എല്ലാ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ചേർന്ന് ചെയ്യാൻ പറ്റി. സോ ഐം വെരി ഹാപ്പി. എല്ലാവരും ഇത് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കട്ടെ. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.